എല്ലാവർക്കും സമാധാനവും ശാന്തിയും സ്നേഹത്തോടെ നൽകുന്നു. ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. ഹബക്കൂക്ക് എന്ന് പറഞ്ഞാൽ സ്നേഹിതരെ, ക്ലിങ് ടു, ഒട്ടിച്ചേർന്ന് നിൽക്കുക, എംബ്രൈസ്, കെട്ടിപ്പിടിക്കുക. ഈ അർത്ഥങ്ങളാണ് ഹബക്കൂക്ക് എന്ന് പറയുന്ന പ്രവാചകന്റെ ആ പേരിന്റെ അർത്ഥങ്ങൾ. 3 അധ്യായമാണ് ഹബക്കൂക്കിലുള്ളത്. നമ്മളിപ്പോൾ വായിക്കുന്നത് 2-ാം അധ്യായമാണ്. നമുക്ക് ഈ വചനം വായിച്ചു കേൾക്കാം. ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടുന്ന് എന്തു മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവ് എനിക്ക് ഉത്തരമരുളി, ദർശനം രേഖപ്പെടുത്തുക, ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും. എന്തെന്നാൽ നീതിമാൻ തന്റെ വിശ്വാസം മൂലം ജീവിക്കും. ദുഷ്കർമ്മികൾക്ക് ശാപം. വഞ്ചന നിറഞ്ഞതാണ്. ഗർവിഷ്ഠൻ നിലനിൽക്കുകയില്ല. അവന്റെ അത്യാഗ്രഹം പാതാളം പോലെ വിസ്താരമുള്ളതാണ്. മൃത്യുവിനെ പോലെ അവൻ ഒരിക്കലും മതി വരികയില്ല. ജനതകളെല്ലാം അവൻ തനിക്കായി ശേഖരിക്കുന്നു. ജനപദങ്ങളെ തൻ്റേതെന്ന പോലെ അവൻ പെറുക്കി കൂട്ടുന്നു. ഇവർ നിന്ദയോടും പരിഹാസത്തോടും കൂടെ അവനെതിരെ തിരിഞ്ഞു പറയും. സ്വന്തമല്ലാത്തവ കുന്നുകൂട്ടുന്നവനെ എത്ര നാളത്തേക്കാണ് പണയ വസ്തുക്കൾ വാരിക്കൂട്ടുവാനാകുന്നത്? കഷ്ടം. നിന്റെ കടക്കാർ പാഞ്ഞെടുക്കുകയും നിന്നെ ഭയാധീനനാക്കുന്നവർ ഉണരുകയും ചെയ്യുകയില്ലേ? അപ്പോൾ നീ അവർക്ക് കൊള്ള വസ്തുവായി തീരും. നീ അനേകം ജനതകളെ കൊള്ളയടിച്ചതിനാൽ നീ രക്തം ചൊരിയുകയും ഭൂമിയോടും നഗരങ്ങളോടും അതിലെ നിവാസികളോടും നീ അക്രമം കാണിച്ചതിനാൽ ജനപദങ്ങളിൽ അവശേഷിക്കുന്നവർ നിന്നെ കൊള്ളയടിക്കുകയും ചെയ്യും. അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതത്തിൽ കൂട്ടുകൂടേണ്ടതിന് തൻ്റെ കുടുംബത്തിനു വേണ്ടി അന്യായമായ ധനം നേടുന്നവന് കഷ്ടം. പല ജനതകളെയും നശിപ്പിച്ച് നീ നിന്റെ ഭവനത്തിന് അപമാനം വരുത്തിവെച്ച് നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി. ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും, മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും. രക്തം കൊണ്ട് നഗരം പണിയുകയും അകൃത്യം കൊണ്ട് പട്ടണം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് കഷ്ടം. അഗ്നിക്കിരയാകാൻ വേണ്ടി മാത്രം ജനങ്ങൾ അധ്വാനിക്കുന്നതും വ്യർത്ഥതകൾക്ക് വേണ്ടി ജനതകൾ ബന്ധപ്പെടുന്നതും സൈന്യങ്ങളുടെ കർത്താവിന്റെ ഹിതം അനുസരിച്ചാണല്ലോ. ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഭൂമി നിറയും. അയൽക്കാരുടെ നഗ്നത കാണാൻ വേണ്ടി അവരെ ക്രോധത്തിന്റെ പാനപാത്രം കുടിപ്പിച്ച് ഉന്മത്തരാകുന്നവർക്ക് കഷ്ടം. മഹത്വത്തിന് പകരം വെറുപ്പ് കൊണ്ട് നിനക്ക് ചെടിപ്പൂ ഉണ്ടാക്കാം. നീ കുടിക്കുക, മതോന്മത്തനാവുക. കർത്താവ് നിന്റെ വലത് കൈയിലെ പാനപാത്രം നിന്റെ നേരെ നീട്ടും. ലജ്ജ നിന്റെ മഹത്വത്തെ മറയ്ക്കും. ലെബനോട് നീ ചെയ്ത ആക്രമം നിന്നെ അടിമപ്പെടുത്തും. നീ രക്തം ചൊരിയുകയും ഭൂമിയോടും നഗരങ്ങളോടും അതിലെ നിവാസികളോടും അക്രമം കാണിക്കുകയും ചെയ്തതിനാൽ വന്യമൃഗങ്ങൾ വരുത്തുന്ന നാശം നിന്നെ ഭയാവിഹുലനാക്കും. വിഗ്രഹം കൊണ്ട് എന്തു പ്രയോജനം? ശില്പി തീർത്ത ലോകബിംബവും വ്യാജ ഉപദേഷ്ടാവും അല്ലേ അത്? മൂകവിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശില്പി സ്വന്തം കരവിരുതിനാലാണ് ആശ്രയിക്കുന്നത്. തടിക്കഷണത്തോട് ഉണരുക എന്നും മൂകമായ കല്ലിനോട് എഴുന്നേൽക്കുക എന്നും പറയുന്നവന് കഷ്ടം.
അതിന് വെളിപാട് നൽകുവാൻ കഴിയുമോ? വെള്ളിയും കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നുവെങ്കിലും അതിനുള്ളിൽ ജീവശ്വാസം ഇല്ല. അതിനാൽ കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ മൗനം ഭജിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എത്ര ശക്തമായ വാക്കുകളിലൂടെയാണ് ഹബക്കൂക്ക് പ്രവാചകൻ ഞങ്ങളെ ഉപദേശിക്കുന്നത്. തിന്മ കൊണ്ടും അടിച്ചമർത്തൽ കൊണ്ടും കൊലപാതകങ്ങൾ കൊണ്ടും മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്നവർക്ക് ദൈവം വെച്ചു നീട്ടുന്നത് എന്താണെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തി ഹബക്കൂക്കിനെ കൊണ്ട് എഴുതിക്കുകയാണല്ലോ. ഈ വചനം ഇന്നും അർത്ഥവത്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവവചനം മനസ്സിലാക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സ്നേഹമുള്ളവരെ, ദൈവവചനം പഠിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അത്യാവശ്യമാണ്. നിങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകും. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ CMI.